എന്ന രണ്ടക്ഷരത്തിൽ സ്നേഹമെല്ലാം പൊതിഞ്ഞു വെച്ച് മാനവർക്കു പകർത്തു നൽകി ദൈവമലിവോടെ. അമ്മ എന്ന രണ്ടക്ഷരത്തിൽ സ്നേഹമെല്ലാം പൊതിഞ്ഞു വെച്ച് മാനവർക്കു പകർത്തു നൽകി ദൈവമലിവോടെ. ദൈവത്തിന്റെ അമ്മയായിടാൻ മറിയത്തെ തിരഞ്ഞെടുത്ത് സ്വർഗത്തിലും കരുതി വച്ചു അമ്മയുടെ സ്നേഹം. ദൈവത്തിന്റെ അമ്മയായിടാൻ മറിയത്തെ തിരഞ്ഞെടുത്ത് സ്വർഗത്തിലും കരുതി വച്ചു അമ്മയുടെ സ്നേഹം. അമ്മയോട് ചേർന്ന് ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തിടുന്നു. അമ്മയിൽ നിത്യവും ഞങ്ങൾ മധ്യസ്ഥം തേടിടുന്നു. അമ്മയോട് ചേർന്നു ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തിടുന്നു. അമ്മയിൽ നിത്യവും ഞങ്ങൾ മധ്യസ്ഥം തേടിടുന്നു. ആവേ ആവേ മരിയ, 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 ആവേ ആവേ മരിയ. പ്രാർത്ഥനയോടെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെല്ലാവരെയും നമുക്കൊന്ന് ചേർത്ത് വയ്ക്കാം. നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് സമർപ്പിക്കാം. വിമല സങ്കേത ശുശ്രൂഷയുടെ 25-ാം ദിനത്തിൽ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവത്തിൻ്റെ വലിയ കൃപകളും അനുഗ്രഹങ്ങളും ഉണ്ടാകുവാൻ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മ നമ്മുടെ ഓരോരുത്തരുടെയും അമ്മയാണ്. പരിശുദ്ധ അമ്മയുടെ വലിയ മാധ്യസ്ഥം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന് കരുത്ത് നൽകും. നമ്മുടെ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും നമ്മളോട് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്ന എല്ലാവരെയും ഈശോയുടെ സന്നിധിയിലേക്ക് അമ്മ വഴിയായിട്ട് സമർപ്പിച്ചു ഈ ഒരു ശുശ്രൂഷ അനേകരുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി മാറ്റുന്നതിന് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടും ഏറ്റവും ഭക്തിയോടെ ശ്രദ്ധയോടെ നമുക്ക് കർത്താവിൻ്റെ വചനങ്ങൾ ശ്രവിക്കുവാനായി കാതോർക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 5-ാം തിരുവചനം. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. ഈശോയിലെ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, വിമല സങ്കേത ശുശ്രൂഷയുടെ 25-ാം ദിനത്തിലേക്ക് എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് യേശുനാമത്തിൽ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അനവധിയായ ദൈവകൃപകൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളിലേക്ക് ഈശോ പകർന്നു നൽകുന്നുണ്ട് എന്ന വലിയൊരു സന്തോഷത്തിൻ്റെ അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വലിയ ശക്തിയുള്ളതാണ്. അത് നമുക്ക് ഏവർക്കും അറിയാം. ദൈവ പിതാവിൻ്റെ ഹിതത്തോട് ചേർന്ന് നിന്നപ്പോൾ ദൈവപുത്രൻ്റെ അമ്മയാകുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ ആലയമാകുവാൻ ഇതാ ഭാഗ്യം ലഭിച്ച പരിശുദ്ധ അമ്മയെ സ്വർഗം വലിയ വിലമതിച്ചാണ് കാണുന്നത്. അതിനാൽ തന്നെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് വലിയ ശക്തിയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ വിമല ഹൃദയ പ്രതിഷ്ഠ ശുശ്രൂഷ വിമല സങ്കേതം 25-ാം ദിനത്തിൽ എത്തി നിൽക്കുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ കഴിഞ്ഞ ദിനങ്ങളിലൂടെയെല്ലാം നമ്മളെ നയിച്ച, നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച നല്ലവനായ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ നമുക്ക് നന്ദി പറയാം. നമ്മുടെ പ്രാർത്ഥനകളെ, നിയോഗങ്ങളെ നമുക്ക് ചേർത്ത് വയ്ക്കാം. അവസാന ദിവസങ്ങളോട് അടുക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ ശുശ്രൂഷയുടെ 3-ാം ഘട്ടത്തിൻ്റെ 6-ാം ദിനത്തിലാണ്. ഈ 3-ാം ഘട്ടം പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെക്കുറിച്ച് ധ്യാനിച്ച് പരിശുദ്ധ അമ്മ എപ്രകാരം നമ്മളെ ദൈവഹിതത്തിലേക്ക്, ദൈവിക സന്നിധിയിലേക്ക് അടുപ്പിച്ച് നിർത്തും എന്നതിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്ന ദിവസങ്ങളാണ്. അതിൻ്റെ 6-ാം ദിനത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥന നിയോഗങ്ങൾ നിങ്ങൾ അയച്ചു തരുന്നുണ്ട്. ഇവിടുത്തെ ശാലോം കൂട്ടായ്മ മധ്യസ്ഥ പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഇനിയും പ്രാർത്ഥന നിയോഗങ്ങൾ ആരെങ്കിലുമൊക്കെ അയക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ അയയ്ക്കുക. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, ദിവികാരുണ്യ ആരാധനയിൽ നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുന്നുണ്ട്. നമുക്ക് കൂട്ടായ്മയിൽ നമ്മളെല്ലാവരും കർത്താവേ, എൻ്റെ നിയോഗത്തോടൊപ്പം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ സഹോദരങ്ങളുടെയും നിയോഗങ്ങളെ സമർപ്പിക്കുന്നു.
ആ നിയോഗങ്ങളുടെ മേൽ നിൻ്റെ അനുഗ്രഹത്തിൻ്റെ കരം നീട്ടണമേ, പരിശുദ്ധി അമ്മേ കൂടെ ഉണ്ടാകണമേ എന്ന് നമ്മളെല്ലാവർക്കും വേണ്ടി ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകായിരങ്ങൾക്ക് വേണ്ടി നമ്മൾ മാധ്യസ്ഥം വഹിച്ച് ഒരു വലിയ കൂട്ടായ്മയിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. തീർച്ചയായും നിങ്ങൾ ഈ കൂട്ടായ്മയുടെ ഭാഗമാണ്. നിങ്ങളും അനവധി ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം എന്നും നമ്മുടെ കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് വചന വിചിന്തനത്തിലേക്ക് കടന്നു വരാം. ഇന്ന് നമ്മൾ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ദൈവിക ഇടപെടൽ കടന്നു വരുമ്പോൾ പരിശുദ്ധ അമ്മ പറഞ്ഞ വാക്കുകൾ, പരിശുദ്ധ അമ്മ സുവിശേഷത്തിൽ പരിശുദ്ധ അമ്മ പറഞ്ഞിട്ടുള്ളതായ ഓരോ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് ധ്യാനിച്ചു പോകുന്നത്. പരിശുദ്ധ അമ്മയുടെ വചസ്സുകളെക്കുറിച്ചാണ് നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത്. 7ഓളം ഭാഗങ്ങളിൽ പരിശുദ്ധ അമ്മ പറയുന്ന കാര്യങ്ങൾ നമ്മൾ സുവിശേഷത്തിൽ കണ്ടുമുട്ടുന്നുണ്ട്. ആ വചനഭാഗങ്ങളെ നമ്മൾ ധ്യാനിക്കുകയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മൾ യാചിക്കുകയും ചെയ്യും. ബൈബിൾ കരങ്ങളിലുണ്ടെങ്കിൽ നമുക്ക് ബൈബിൾ ഒന്നെടുക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 34-ാമത്തെ തിരുവചനം. അവിടെയാണ് പരിശുദ്ധ അമ്മ ബൈബിളിൽ ആദ്യമായി സംസാരിക്കുന്നത് നമ്മൾ കാണുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 34-ാം തിരുവചനം. ബൈബിളുള്ളവർ അതൊന്ന് എടുത്തു വയ്ക്കുന്നു. ഇനി നോട്ടിൽ കുറിക്കുന്നവർ ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 34-ാം തിരുവചനം. വചനം ഇങ്ങനെയാണ്: മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. സുവിശേഷത്തിൽ പരിശുദ്ധ അമ്മ പറഞ്ഞ ആദ്യത്തെ വാക്കുകളാണ്. ഇതിൻ്റെ കാരണം നമുക്കറിയാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 26 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നു ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പ്. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ പരിശുദ്ധ അമ്മയുടെ അടുക്കലേക്ക് കടന്നു വരുന്നു. ഇതാ ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ മറിയം അസ്വസ്ഥയാകുന്നു. പ്രിയമുള്ളവരെ, പിന്നീട് പരിശുദ്ധ അമ്മ ഇതാ ദൈവപുത്രൻ്റെ മാതാവാകാൻ പോകുന്നു എന്നതിനെക്കുറിച്ചുള്ള കാര്യം ഗബ്രിയേൽ ദൈവദൂതൻ പറഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയുടെ മനസ്സ് അസ്വസ്ഥമായി, ആകുലചിത്തമായി. ഇതെല്ലാം എങ്ങനെ സംഭവിക്കും? ഒരു സാധാരണ മനുഷ്യ സ്ത്രീ എന്ന നിലയിൽ നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മ ചോദിക്കുകയാണ്, ഇതെല്ലാം എങ്ങനെ സംഭവിക്കും? എൻ്റെ വിവാഹം ഉറപ്പിച്ചിട്ടല്ലേ ഉള്ളൂ, എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല, ഞാൻ പുരുഷനെ അറിയുന്നില്ല, ഞങ്ങൾ ഒന്നിച്ച് താമസിച്ചിട്ടില്ല, പിന്നെ എങ്ങനെ ഞാൻ ദൈവപുത്രൻ്റെ മാതാവാകും? തികച്ചും ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ചോദ്യം തന്നെയാണ് പരിശുദ്ധ അമ്മ ദൈവദൂതനോട് ചോദിച്ചത്. പ്രിയമുള്ളവരെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇതാണ്: പരിശുദ്ധ അമ്മ ഒരു സാധാരണ മനുഷ്യ സ്ത്രീയായിരുന്നു. നമ്മളെപ്പോലെയൊക്കെ തന്നെ ഒരു സാധാരണ സ്ത്രീയായിരുന്നു. പക്ഷേ പരിശുദ്ധ അമ്മയുടെ വ്യക്തി ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ കൃപയെന്ന് പറയുന്നത് ദൈവത്തോട് ചേർന്നിരുന്നവളായിരുന്നു എന്ന വലിയൊരു സവിശേഷത. ഒരു സാധാരണ സ്ത്രീ എന്നതിനേക്കാൾ ഉപരിയായി ദൈവത്തോട് ചേർന്നിരുന്നവളായിരുന്നു. അതുകൊണ്ടാണ് വചനത്തിൽ നാം കാണുന്നത് ദൈവദൂതൻ പരിശുദ്ധ അമ്മയെ ഇപ്രകാരമാണ് അഭിസംബോധന ചെയ്യുന്നത്: ദൈവ കൃപ നിറഞ്ഞവളെ സ്വസ്തി. അപ്പോൾ പിതാവായ ദൈവത്തോട് വലിയ അടുപ്പമുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു പരിശുദ്ധ അമ്മ. അതിനാൽ തന്നെയാണ് ദൈവം തൻ്റെ പുത്രൻ്റെ മാതാവാകുവാൻ പരിശുദ്ധ അമ്മയെ തിരഞ്ഞെടുത്തത്. പക്ഷേ പരിശുദ്ധ അമ്മ ഒരു സാധാരണ ചിന്തയിൽ നിന്ന് ഉരുത്തിരിയുന്ന ചോദ്യമാണ് ചോദിച്ചത്: ഇതെല്ലാം എങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ ചോദ്യത്തിന് ദൈവം തൻ്റെ ദൂതനിലൂടെ മറുപടി പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ലൂക്കാ സുവിശേഷം 1-35 തിരുവചനം. ഇതാ ദൂതൻ മറുപടി പറഞ്ഞു: പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു ഇതാ പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. പ്രിയമുള്ളവരെ, ദൈവദൂതൻ പരിശുദ്ധ അമ്മയുടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുന്നു. മാത്രമല്ല, പരിശുദ്ധ അമ്മയുടെ ഈ സംശയങ്ങളെ, അസ്വസ്ഥതകളെ എടുത്തു മാറ്റുവാനായിട്ട് മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. വചനം 1-ാം അധ്യായത്തിൻ്റെ 36 ലൂക്കാ സുവിശേഷത്തിൽ നാം കാണുന്നു:
ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. തൊട്ടടുത്ത വചനം, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയത്തിൻ്റെ സംശയകരമായ ചോദ്യത്തിന് ദൈവദൂതൻ നൽകുന്ന മറുപടിയാണ്. ഇതാ അവൾക്ക് ഒരു വലിയൊരു ഉദാഹരണം കൂടെ, വലിയൊരു ദൈവാനുഭവം കൂടെ കാണിച്ചു കൊടുത്തിരിക്കുകയാണ്. എലിസബത്ത് ഗർഭവതിയായിരിക്കുന്നു. വൃദ്ധയായ എലിസബത്ത് ഇതാ ഒരു കുഞ്ഞിന് ജന്മം നൽകുവാനായിട്ട് പോകുന്നു. ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് എലിസബത്തിന്റെ ജീവിതത്തെ, ആ ദൈവാനുഗ്രഹത്തിന്റെ നിമിഷങ്ങളെ കുറിച്ച് ദൈവം തൻ്റെ ദൂതനിലൂടെ പരിശുദ്ധ അമ്മയെ അറിയിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ ആദ്യത്തെ ചോദ്യം, ആദ്യത്തെ വാക്കുകൾ, അതിനിതാ ദൈവം തൻ്റെ ദൂതനിലൂടെ മറുപടി പറയുകയാണ്. ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മുടെയും ജീവിതത്തിൽ ഇതുപോലെ അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ ദൈവിക ഇടപെടൽ കടന്നു വരുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ അവനായിരിക്കുന്ന ജീവിത മേഖലകളിൽ നിന്ന് മാറി നിൽക്കുവാനായിട്ടുള്ള ചില ചിന്തകളുണ്ടാകും. ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് ദൈവദൂതൻ പറഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഹൃദയം അസ്വസ്ഥമായി. ദൈവിക സാന്നിധ്യത്തിലേക്ക് ഞാൻ മാറണം എന്ന അനുഭവത്തിലേക്ക് ദൈവം നമ്മളെ നയിക്കുമ്പോൾ, ഞാൻ ആയിരിക്കുന്ന ഇടങ്ങളിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന ഇടങ്ങളിലേക്ക് ഞാൻ മാറണം എന്ന ചിന്ത നമ്മളിലേക്ക് ഒരു ചെറിയ അസ്വസ്ഥതയൊക്കെ ആയിട്ട് കടന്നു വരും. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ അരുളപ്പാടുകൾക്ക് കാതുകൊടുക്കുവാൻ പാകത്തിന് നമ്മൾ ശ്രദ്ധയുള്ളവരായിരിക്കണമെന്ന് വചനത്തിലൂടെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലൂടെ ഈശോ നമുക്ക് കാണിച്ചു തരികയാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ സുവിശേഷത്തിലെ വാക്കുകളെക്കുറിച്ച്, വചസ്സുകളെക്കുറിച്ച് നമ്മൾ ധ്യാനിച്ചു പോകുമ്പോൾ രണ്ടാമതായി പരിശുദ്ധ അമ്മ പറയുന്ന വാക്കുകൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:38 തിരുവചനത്തിൻ്റെ ആദ്യ ഭാഗം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 38 തിരുവചനത്തിൻ്റെ ആദ്യ ഭാഗം ഇതാണ്. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി. മറിയം തൻ്റെ ജീവിതത്തെ ദൈവപിതാവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കുകയാണ്. തൻ്റെ ജീവിതത്തിൽ ദൈവിക ഇടപെടലിനു വേണ്ടി തൻ്റെ ജീവിതത്തെ പരിശുദ്ധ അമ്മ സമർപ്പിച്ചു കൊടുക്കുന്നതാണ് രണ്ടാമത്തെ പരിശുദ്ധ അമ്മയുടെ വാക്കുകളിൽ നിന്ന് നാം ധ്യാനിച്ചെടുക്കുന്ന ചിന്ത. തൊട്ടടുത്ത വാക്കുകളാണ് മൂന്നാമതായി പരിശുദ്ധ അമ്മ പറയുന്നത്. നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. തൻ്റെ ജീവിതത്തെ ദൈവഹിതത്തിന് സമർപ്പിച്ചു കൊടുത്ത് ദൈവപിതാവിൻ്റെ തിരുവിഷ്ടത്തിന് തൻ്റെ ജീവിതം വിട്ടുകൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ ദൈവവിളിയുടെ തിരഞ്ഞെടുപ്പിൻ്റെ സമയമായി സുവിശേഷ പണ്ഡിതന്മാര് ഇതിനെ ധ്യാനിക്കുന്നുണ്ട്. ദൈവം തൻ്റെ പുത്രന് ജന്മം നൽകുവാനായി പരിശുദ്ധ അമ്മയെ വിളിക്കുമ്പോൾ പരിശുദ്ധ അമ്മ സമ്മതം കൊടുക്കുകയാണ്. ദൈവമേ, നിന്റെ വിളിക്കിതാ ഞാൻ ഉത്തരം നൽകുന്നു. നീ എന്നെ ഭരമേൽപ്പിക്കുന്ന കാര്യം ചെയ്യുവാനായി ഞാൻ സന്തോഷത്തോടെ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുകയാണ്, എൻ്റെ ജീവിതത്തെ വിട്ടുതരികയാണ് എന്ന് പറഞ്ഞ് പരിശുദ്ധ അമ്മ തൻ്റെ ദൈവവിളിക്ക് സമ്മതം കൊടുത്തുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടം, ഇനിമേൽ എൻ്റെ ഇഷ്ടങ്ങളല്ല, എൻ്റെ ആഗ്രഹങ്ങളല്ല, എൻ്റെ താല്പര്യങ്ങളല്ല, മറിച്ച് ദൈവമേ നിന്റെ ഹിതം എന്നിൽ നിറവേറട്ടെ. പൗലോസ്ലീഹ വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുന്ന പോലെ ഇനിമേൽ ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഇനിമേൽ ഞാനല്ല ക്രിസ്തുവാണ് എൻ്റെ ജീവിതത്തെ ഇതാ ഞാൻ ദൈവത്തിന് വിട്ടുകൊടുക്കുമ്പോൾ ഇനിമേൽ എൻ്റെ ഇഷ്ടങ്ങളല്ല, പിതാവായ ദൈവമേ നിന്റെ ഹിതം, നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ എന്ന് പറയുന്ന പരിശുദ്ധ അമ്മയുടെ ചിത്രമാണ് നാം ഇവിടെ കണ്ടുമുട്ടുന്നത്. പ്രിയമുള്ളവരെ, വീണ്ടും പരിശുദ്ധ അമ്മയുടെ അടുത്ത വാക്കുകൾ. നാലാമതായി പരിശുദ്ധ അമ്മ പറയുന്ന കാര്യം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 46-ാം തിരുവചനം. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. തൻ്റെ ജീവിതത്തിലേക്ക് ദൈവം നൽകിയ നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചു പ്രാർത്ഥിക്കുന്ന മറിയത്തിൻ്റെ സ്തോത്രഗീതമാണ് തുടർന്നുള്ള വചനങ്ങളിൽ നാം വായിക്കുന്നത്. എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ, എൻ്റെ മനസ്സ്
എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷകനായ ദൈവത്തിലാണ് ആനന്ദിക്കുന്നത്. ദൈവഹിതം നിറവേറ്റുന്ന ആ ഒരു സന്തോഷത്തിലാണ് എൻ്റെ ആത്മാവ് ഇതാ സന്തോഷിക്കുന്നത്. വീണ്ടും പറയുന്നു, അവിടുന്ന് ഇതാ ഈ ദാസിയുടെ താഴ്മയെ എളിമയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളിലും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ദൈവം ശക്തനാണ്. അവിടുന്ന് വൻ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ ഒരു പ്രാർത്ഥനാ രീതി കൂടെ ഈ വചനങ്ങളിൽ നാം കാണുകയാണ്. തൻ്റെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് തൻ്റെ ദാസനായ ഇസ്രായേലിനെ അവിടുന്ന് സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ചു തന്നെ ഇവിടെ നാം കാണുന്നത് പരിശുദ്ധ അമ്മ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തൻ്റെ ജീവിതത്തിൽ നൽകിയ നന്മകൾക്ക്, കൃപകൾക്ക്, അനുഗ്രഹങ്ങൾക്ക് ഇതാ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. പ്രാർത്ഥനാ രീതിയിലേക്ക് കൂടെ നമ്മുടെ അനുദിന ജീവിതത്തിൽ എപ്രകാരം പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധ അമ്മ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്. ദൈവം നൽകിയ വൻകാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തണം. പരിശുദ്ധ അമ്മ ഇതാ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. എളിമയോടെ പ്രാർത്ഥിക്കുകയാണ്. തമ്പുരാന്റെ സന്നിധിയിൽ, കർത്താവേ, ഞാനൊന്നുമല്ല. ഇതാ ദൈവപുത്രന്റെ അമ്മ എന്ന തലത്തിലേക്ക് തമ്പുരാൻ ഉയർത്തുമ്പോൾ, അല്ലെങ്കിൽ ദൈവകൃപ നിറഞ്ഞവളെ എന്ന് അഭിസംബോധന ചെയ്യുമ്പോഴും പരിശുദ്ധി അമ്മ അതിൽ അഹങ്കരിക്കുന്നില്ല. ഞാനെന്ന ഭാവമൊന്നുമില്ല. പരിശുദ്ധി അമ്മ ഇതാ വളരെ എളിമയോടെ, കർത്താവ്, നീയല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഒരു ആശ്രയമില്ല. ശക്തനായവൻ നീയാ. എനിക്ക് വലിയ കാര്യങ്ങൾ നീ തന്നെയാണ് ചെയ്തു തന്നിരിക്കുന്നത്. നോക്കിയേ, എത്രത്തോളം എളിമപ്പെടുകയാണ്. പരിശുദ്ധ അമ്മയുടെ ഒരു പ്രാർത്ഥനാ രീതി കൂടി എളിമയോടെ തമ്പുരാന് നന്ദി പറഞ്ഞ് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മയെ, തമ്പുരാന്റെ കരുണയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന അമ്മയെ നമ്മൾ കാണുകയാണ്. പരിശുദ്ധ അമ്മയെ കാണുകയാണ്. അവിടുന്ന് എൻ്റെ ദാസിയുടെ താഴ്മയെ തൃക്കൺ പാർത്തു. ഇതാ തലമുറകൾ തോറും തൻ്റെ ഭക്തരുടെ മേൽ അവിടുന്ന് കരുണ വർഷിക്കും. അപ്പോൾ കർത്താവിനോട് ചേർന്നിരിക്കുന്നവരുടെ മേൽ കരുണയുണ്ടാവും. കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മ. സുവിശേഷത്തിൽ പരിശുദ്ധ അമ്മയുടെ ഏറ്റവും മനോഹരമായ പ്രാർത്ഥന, ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ രീതി. വീണ്ടും അഞ്ചാമതായി നമ്മൾ വചനത്തിൽ കണ്ടുമുട്ടുന്ന പരിശുദ്ധ അമ്മയുടെ വാക്കുകൾ ഇതാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 48-ാം തിരുവചനം. നമുക്ക് വചനഭാഗം ഒന്ന് എടുക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 48-ാമത്തെ തിരുവചന ഭാഗം. വചനം ഇപ്രകാരമാണ്: അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു. അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. നമുക്കറിയാം, ബാലനായ ഈശോ ദേവാലയത്തിൽ പോയപ്പോൾ ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടുമുട്ടുന്ന രംഗം. ഈശോ പരിശുദ്ധ അമ്മയുടെ യോസേപ്പിതാവിൻ്റെ പക്കൽ നിന്ന് ഇതാ മാറി നിൽക്കുന്നൊരു അവസ്ഥ. വിശുദ്ധ യോസേപ്പിതാവിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയെ നഷ്ടപ്പെട്ടു. പക്ഷേ അതവർ ആദ്യം തിരിച്ചറിഞ്ഞില്ല. തിരികെ വരുമ്പോഴാണ് തിരിച്ചറിയുന്നത്. അവർ വലിയ സങ്കടത്തോടെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. മകനെ നഷ്ടപ്പെടുന്ന മാതാപിതാക്കളുടെ നൊമ്പരം പ്രിയമുള്ളവരെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. കണ്ടെത്തിയപ്പോൾ അമ്മയ്ക്ക് വലിയ സന്തോഷമാണ്. അല്പം ഒന്ന് ദേഷ്യപ്പെടുന്നുണ്ട്, അല്പം ഒന്ന് ശാസിക്കുന്നുണ്ട്. മകനെ, മക്കളെ, എന്താണ് നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? ഞങ്ങൾ എന്തോ ഒരു സങ്കടപ്പെട്ടെന്നറിയാവോ? അമ്മയുടെ നൊമ്പരത്തിൻ്റെ വാക്കുകളല്ലേ പ്രിയമുള്ളവരെ നമ്മളവിടെ കണ്ടുമുട്ടുന്നത്. മകനെ, നീ എന്തുകൊണ്ടാണ് കുഞ്ഞെ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? ഞാനും നിൻ്റെ പിതാവും, നോക്കി, ഞാൻ മാത്രമല്ല, ഞാനും നിൻ്റെ പിതാവും എന്തോ ഒരു ഉത്കണ്ഠപ്പെട്ടു, എന്തോ ഒരു സങ്കടത്തിലായിരുന്നു എന്ന് നിനക്കറിയാമോ? ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യല്ല എന്നൊക്കെ ആ വാക്കുകളിലുണ്ട്. പരിശുദ്ധ അമ്മയുടെ ഒരു സങ്കടമാണ് നമ്മളവിടെ കാണുന്നത്. എങ്കിലും ഈശോയെ കണ്ടുമുട്ടിയതിലുള്ള ഒരാനന്ദമുണ്ട്, ഒരു സന്തോഷമുണ്ട്. തുടർന്ന് ഈശോ പരിശുദ്ധ അമ്മയോട് യോസേപ്പിതാവിനോടും ഒപ്പം പോയി നസ്രത്തിൽ വസിക്കുന്നു. അവർക്ക് വിധേയനായി.
വീണ്ടും നമ്മൾ സുവിശേഷത്തിലെ പരിശുദ്ധ അമ്മയുടെ അടുത്ത വാക്കുകൾ, ഞാൻ ഈ രണ്ടെണ്ണം കൂടെയാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള പരിശുദ്ധ അമ്മ സുവിശേഷത്തിൽ പറയുന്ന വാക്കുകൾ. അതിനുശേഷം അത് നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെച്ച് നമുക്കൊന്ന് ധ്യാനിച്ചു പോകാം. ആറാമതായി വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 3-ാം തിരുവചനം. നമുക്കറിയാം, കാനായിലെ വിവാഹ വിരുന്നാണ് സന്ദർഭം. കാനായിലെ വിവാഹ വിരുന്നാണ് സന്ദർഭം. അവിടെ പരിശുദ്ധ അമ്മ ഈശോയോട് പറയുന്നു, മക്കളെ, അവർക്ക് വീഞ്ഞില്ലടാ, അവർക്ക് വീഞ്ഞില്ല. ഇതാണ് പരിശുദ്ധ അമ്മ പറയുന്നത്, മക്കളെ, അവർക്ക് വീഞ്ഞില്ല. ആ കുടുംബത്തിലേക്ക് കടന്നു ചെന്നപ്പോൾ അവരുടെ സങ്കടം കണ്ട്, അവരുടെ വേദനയിൽ ഇതാ പരിശുദ്ധ അമ്മയ്ക്കറിയാം ഈശോയ്ക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയുമെന്നറിയാം. ഈശോയോട് പറയുകയാണ്, മക്കളെ, അവർക്ക് വീഞ്ഞില്ല. ഈശോ പറയുന്നുണ്ട്, സ്ത്രീയെ, എൻ്റെ സമയം ഇനിയൊന്നും ആയിട്ടില്ല, നമുക്കെന്താണ് എന്നൊക്കെ ഈശോ ചോദിക്കുമ്പോൾ പരിശുദ്ധ അമ്മ പറയുന്ന 7-ാമത്തെ അവസാനത്തെ കാര്യം ഇതാണ്. യോഹന്നാന്റെ സുവിശേഷം 2-ന്റെ 5-ാം തിരുവചനം. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. ദൈവപുത്രനെ ലോകത്തിലേക്ക് സമ്മാനിച്ച പരിശുദ്ധ അമ്മ ഈ ലോകത്തോട് പറയുന്ന അവസാന വാക്കുകൾ ഇതാണ്, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. ഈശോ അവർക്ക് വേണ്ടി വെള്ളം വീഞ്ഞാക്കി അത്ഭുതം പ്രവർത്തിച്ച് കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, അവൻ നിന്നോട് പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കി ചെയ്യുവിൻ. പരിശുദ്ധ അമ്മയുടെ 7 വചസ്സുകളാണ് ഈ നിമിഷം നമ്മൾ ധ്യാനിച്ചു പോയത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തോട് ഇതിനെ ഒന്ന് ചേർത്ത് വെച്ച് നമ്മൾ ചിന്തിക്കുകയാണ്, ധ്യാനിക്കുകയാണ്. പരിശുദ്ധ അമ്മ എപ്രകാരമാണ് ദൈവ ഇടപെടലിനോട് ചേർന്ന് നിന്നത്. തൻ്റെ ജീവിതത്തിൽ അസ്വസ്ഥപ്പെടുത്തുന്ന ചോദ്യങ്ങളുമായി ദൈവദൂതൻ കടന്നു വന്നപ്പോൾ പരിശുദ്ധ അമ്മ ഇതാ മറ്റുള്ള ഇടങ്ങളിലേക്കല്ല ആശ്രയമായി അഭയമായി കടന്നു ചെന്നത്, മറിച്ച് ദൈവത്തോട് തന്നെ ചോദിക്കുകയാണ്, ഇതെല്ലാം എങ്ങനെ സംഭവിക്കും? പ്രിയമുള്ളവരെ, ഓർക്കണം, ജീവിതത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ, ജീവിതത്തിലൊരു വിഷമാവസ്ഥ ഉണ്ടാകുമ്പോൾ, ഒരു പരാജയമുണ്ടാകുമ്പോൾ, ഒരു പ്രതികൂല സാഹചര്യം ഉണ്ടാകുമ്പോൾ നീ കടന്നു വരേണ്ട ഇടമെന്ന് പറയുന്നത് നിന്റെ കർത്താവിൻ്റെ സന്നിധിയാണെന്ന് പരിശുദ്ധ അമ്മ ഓർമ്മപ്പെടുത്തുകയാണ്. നിന്നെ ആ ഒരു ആത്മീയ തലത്തിലേക്ക് പരിശുദ്ധ അമ്മ ചേർത്ത് വയ്ക്കുകയാണ്. നീ ഉത്തരം കണ്ടെത്തേണ്ട ഇടമെന്ന് പറയുന്നത് നിന്റെ ദൈവത്തിൻ്റെ ആലയമാണ്, നിന്റെ ദൈവസന്നിധിയാണ്, നിന്റെ പ്രാർത്ഥന മുറിയാണ്. ഈശോയോട് നീ നിന്റെ ജീവിതത്തിൻ്റെ സങ്കടങ്ങൾ ഉണർത്തിക്കുമ്പോൾ ദൈവം തൻ്റെ ദൂതനെ അയച്ച് നിന്റെ ജീവിതത്തിൻ്റെ വഴികളെ ഒരുക്കും. പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് ദൈവം തൻ്റെ ദൂതനെ അയച്ചതിനെ ഒരുക്കുമെന്ന് ആദ്യത്തെ വാക്കുകളിലൂടെ പരിശുദ്ധ അമ്മ നമുക്ക് കാണിച്ചു തരികയാണ്. വീണ്ടും ഇതാ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ ദൈവത്തിന് വിട്ടുകൊടുക്കുമ്പോൾ, ദൈവ വിളിക്ക് അനുയോജ്യമായി ജീവിതത്തെ വിട്ടുകൊടുക്കുമ്പോൾ ഓർക്കുക, നിന്റെ ഇഷ്ടങ്ങളല്ല, ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നിന്റെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കേണ്ടത്. നിന്റെ ഇഷ്ടങ്ങളല്ല, നിന്റെ ദൈവത്തിൻ്റെ ഇഷ്ടമാണ് നിന്റെ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കേണ്ടത്. ഓരോ ദൈവവിളിയിലൂടെയും ദൈവം ആഗ്രഹിക്കുന്നതാണ്. ഒരു കുടുംബ ജീവിതത്തിലേക്കാണ് നീ പ്രവേശിച്ചിരിക്കുന്നതെങ്കിൽ, പ്രിയമുള്ള ഭർത്താവേ, പ്രിയമുള്ള ഭാര്യയെ, കർത്താവിൻ്റെ ആലയത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തോട് കൈചേർത്ത് വെച്ച് നിങ്ങൾ വിവാഹത്തിൻ്റെ ഉടമ്പടിയിൽ ഒപ്പുവെക്കുമ്പോൾ, ഇന്നു മുതൽ എനിക്ക് വേണ്ടിയല്ല ഞാൻ ജീവിക്കുന്നത്, ഇന്നു മുതൽ ഇതാ എൻ്റെ മാതാപിതാക്കളെ, പ്രിയപ്പെട്ടവരെയൊക്കെ ഞാൻ ഉപേക്ഷിച്ച് എൻ്റെ ജീവിത പങ്കാളിയുടെ ഒപ്പം ജീവിക്കുമ്പോൾ ഈശോ വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ പൗലോസ്ലീഹ എഫെസസ്യർക്ക് എഴുതിയ ലേഖനത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്, ഇനി മുതൽ പരസ്പരം വിധേയപ്പെട്ട് ജീവിക്കണം, കർത്താവ് സഭയെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം. എന്ന് വെച്ചാൽ ഇനി മുതൽ എൻ്റെ ഇഷ്ടങ്ങളല്ല, എൻ്റെ താല്പര്യങ്ങളല്ല, എൻ്റെ ജീവിത പങ്കാളിയുടെ ഇഷ്ടങ്ങൾ, താല്പര്യങ്ങൾ, അതാണ് സമർപ്പണം. ദാമ്പത്യ ജീവിതത്തിൻ്റെ സമർപ്പണം അതാണെങ്കിൽ, പൗരോഹിത്യ സമർപ്പണ ജീവിതത്തിൻ്റെ സമർപ്പണം എന്ന് പറയുന്നത് ഇനി മുതൽ എൻ്റെ ഇഷ്ടങ്ങളല്ല, ദൈവത്തിൻ്റെ ഹിതം എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുവർത്തിക്കണം എന്ന ചിന്തയിലേക്ക് സമർപ്പണ ജീവിതത്തിലൂടെ ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം എന്നും നമ്മുടെ ദൈവവിളിയുടെ കൂടെ ഉണ്ടാകും എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് വചനത്തിലൂടെ തമ്പുരാൻ നമുക്ക് നൽകുന്നത്. വീണ്ടും പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കുകയാണ്, ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തുതിച്ചു പ്രാർത്ഥിക്കണം, എളിമയോടെ പ്രാർത്ഥിക്കണം. ഒരു പ്രാർത്ഥനയുടെ പുതിയൊരു വശത്തെക്കുറിച്ച് പരിശുദ്ധ അമ്മ ഇതാ തൻ്റെ സ്തോത്രഗീതത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്.
വീണ്ടും പരിശുദ്ധി അമ്മ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, ഈശോയെ നഷ്ടപ്പെട്ടപ്പോൾ പരിശുദ്ധി അമ്മ എന്തോരം അസ്വസ്ഥയായി, എന്തോരം സങ്കടം അനുഭവിച്ചു. പ്രിയമുള്ളവരെ, യേശു സാന്നിധ്യം നഷ്ടപ്പെട്ടപ്പോൾ അവരുടെ സന്തോഷം പോയി. അവർ തിരികെ ചെന്ന് ഈശോയെ കണ്ടെത്തിയപ്പോഴാണ് അവരുടെ ജീവിതത്തിലേക്ക് ആനന്ദം കടന്നു വന്നത്. അതുപോലെ ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ നിന്ന് യേശു സാന്നിധ്യം നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ നന്മകളും കൃപകളും നമുക്ക് നഷ്ടപ്പെട്ടു പോകും. പരിശുദ്ധി അമ്മ ഈശോയെ കണ്ടെത്തിയത് ദേവാലയത്തിൽ വെച്ചാണ്. ഈശോയെ കണ്ടെത്തേണ്ട ഇടം എൻ്റെ ജീവിതത്തിൽ പാപത്തിലൂടെ, തിന്മയുടെ ബന്ധനത്തിലൂടെ യേശു സാന്നിധ്യം നഷ്ടപ്പെടുമ്പോൾ ആ യേശു സാന്നിധ്യത്തെ ഞാൻ തിരികെ എടുക്കേണ്ട ഇടം, തിരികെ കണ്ടെത്തേണ്ട ഇടം ദേവാലയമാണ്, കുമ്പസാരക്കൂടാണ് എന്ന ഓർമ്മപ്പെടുത്തൽ പരിശുദ്ധി അമ്മ നമുക്ക് കാണിച്ചു തരികയാണ്. സ്വന്തം പുത്രനെ ദേവാലയത്തിൽ വെച്ച് പരിശുദ്ധി അമ്മ തിരികെ കണ്ടുമുട്ടിയപ്പോൾ, ഈശോയെ നഷ്ടപ്പെടുമ്പോൾ ഓർക്കണം, ദേവാലയത്തിൽ കുമ്പസാരക്കൂട്ടിലേക്ക് കടന്നു ചെല്ലണം, അനുതപിച്ച് പ്രാർത്ഥിച്ച് കുമ്പസാരിച്ച് ഈശോയെ ജീവിതത്തിൽ സ്വന്തമാക്കണമെന്ന ഓർമ്മപ്പെടുത്തൽ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ അവസാന വാക്കുകളിലൂടെ പരിശുദ്ധി അമ്മ നമ്മളോട് പറയുകയാണ്, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. പ്രിയമുള്ളവരെ, അവർക്ക് വീഞ്ഞില്ല എന്ന സങ്കടം, ആ ഭവനത്തിൻ്റെ വേദനയെ പരിശുദ്ധി അമ്മ ഈശോയുടെ സന്നിധിയിലേക്ക് ഉണർത്തിക്കുമ്പോൾ ഓർക്കണം, എൻ്റെ ജീവിതത്തിൽ ഒരു കുറവുണ്ടെങ്കിൽ അത് നികത്തുവാനായിട്ട് തയ്യാറായി നിൽക്കുന്ന, നികത്തുവാൻ കഴിവുള്ളവളാണ് പരിശുദ്ധി അമ്മ. എൻ്റെ ഭവനത്തിൽ ഒരു കുറവുണ്ടെങ്കിൽ അതിനെ ദൂരീകരിക്കുവാൻ ശക്തിയുള്ള മാധ്യസ്ഥം വഹിക്കുന്നവളാണ് പരിശുദ്ധി അമ്മ. ആയതിനാൽ അമ്മയുടെ സാന്നിധ്യം എൻ്റെ വ്യക്തി ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിലുണ്ടാകണം. എങ്കിൽ മാത്രമേ ദൈവകൃപയിലേക്ക് എനിക്ക് ചേർന്ന് നിൽക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന ഓർമ്മപ്പെടുത്തൽ. അവസാനം പരിശുദ്ധി അമ്മ പറഞ്ഞു വെക്കുകയാ, അവൻ പറയുന്നത് ചെയ്യുവിൻ. ഓർക്കണം കേട്ടോ പ്രിയമുള്ളവരെ, പലപ്പോഴും പല തെറ്റിദ്ധാരണകളും പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ കേൾക്കാറുണ്ട്, അമ്മയ്ക്ക് ഇത്രയും പ്രാധാന്യത്തിൻ്റെ ആവശ്യമുണ്ടോ? ഓർക്കണം, പരിശുദ്ധി അമ്മ നമ്മളെ ചേർത്ത് പിടിച്ചെത്തിക്കുന്നത് എവിടേക്കാ? അവൻ പറയുന്നത് ചെയ്യുവിൻ. ഈശോ പറയുന്നത് ചെയ്യുവാനായിട്ട് ദൈവപുത്രന്റെ സവിധത്തിലേക്കാണ് പരിശുദ്ധി അമ്മ നമ്മളെ കൈപിടിച്ച് നയിക്കുന്നതെങ്കിൽ പിന്നെ മറ്റുള്ള ചിന്താഗതിക്കാര് ഒന്നും പറയുന്നതിനെ കുറിച്ച് ആകുലചിത്തരാകേണ്ട. പരിശുദ്ധ അമ്മ നമ്മുടെ ഓരോരുത്തരുടെയും സംരക്ഷകയാണ്, മാധ്യസ്ഥയാണ്. ഈശോയുടെ പക്കലേക്കാണ് പരിശുദ്ധ അമ്മ നമ്മളെ കൈപിടിച്ച് നയിക്കുന്നത്. ആയതിനാൽ പരിശുദ്ധ അമ്മയോടുള്ള വണക്കം ഒരിക്കലും ഒരു തെറ്റായ കാര്യമല്ല. ആരെങ്കിലും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ ഓർത്തിരുന്നേക്കണം, പരിശുദ്ധ അമ്മ നമ്മളെ എത്തിക്കുന്നത് ഈശോയുടെ പക്കലേക്കാണെന്ന് ഒരു ബോധ്യവും വിശ്വാസവും നമുക്കുണ്ടാകണം. അവൻ പറയുന്നത് ചെയ്യുവാൻ പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കും. ഈ വിമല സങ്കേത ശുശ്രൂഷയിലൂടെ പരിശുദ്ധ അമ്മ നമ്മളെ നയിക്കുന്നതും അവിടേക്ക്. അമ്മയുടെ കൈപിടിച്ച് നമ്മളിങ്ങനെ പോകുമ്പോൾ ഈശോയുടെ പക്കലേക്ക്, പിതാവായ ദൈവത്തിൻ്റെ പക്കലേക്ക് പരിശുദ്ധ അമ്മ നമ്മളെ ചേർത്ത് വയ്ക്കും. കരങ്ങളൊന്ന് കുപ്പിപ്പിടിക്കാം, കണ്ണുകൾ അടയ്ക്കാം. പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്ന ദിനങ്ങൾ. 25-ാം ദിനത്തിൽ വിമല സങ്കേത ശുശ്രൂഷ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന ഈ നിമിഷത്തിൽ നമ്മൾ ഇന്നത്തെ പ്രവൃത്തിയായിട്ട് നമ്മൾ ചെയ്യുന്ന ഇതാണ്. ഈ ഭാഗങ്ങൾ, ഈ 7 ഭാഗങ്ങൾ നമ്മളൊന്ന് വായിക്കുവാനായിട്ട് പ്രത്യേകമായിട്ട് പരിശ്രമിക്കുന്നു. വേണമെങ്കിൽ വേഗം ഒന്ന് നോട്ട് ചെയ്തോ. ഈ ഭാഗങ്ങൾ ലൂക്കാ സുവിശേഷം 1:34, 38, ലൂക്കാ സുവിശേഷം 1:34, 38 വചനങ്ങൾ, 1:46 വചനം, 2-ാം അധ്യായം 48-ാം തിരുവചനം, യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 3-ാം തിരുവചനം, 5-ാം തിരുവചനം. ഈ 7 ഭാഗങ്ങളിൽ പരിശുദ്ധ അമ്മ നടത്തുന്ന ആത്മീയ സംഭാഷണങ്ങളെക്കുറിച്ച് നമ്മളിന്ന് വായിച്ച് ധ്യാനിക്കണം. ഇതാണ് നമ്മളിന്ന് ചെയ്യുന്ന പ്രവൃത്തി. ഒപ്പം തന്നെ നമ്മുടെ പ്രാർത്ഥന നിയോഗമായിട്ട് വിവിധങ്ങളായ രോഗങ്ങളാൽ ക്ലേശിക്കുന്നവരെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലേക്ക് ചേർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമ്മളോട് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള എല്ലാ രോഗികളെയും ഈശോയുടെ സന്നിധിയിലേക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ നമുക്ക് ചേർത്ത് സമർപ്പിക്കാം. കരങ്ങളൊന്ന് കുപ്പിപ്പിടിച്ച് കണ്ണുകൾ അടച്ച് ഈ നിയോഗങ്ങളെ മനസ്സിലോർത്ത് പരിശുദ്ധ അമ്മ പറഞ്ഞ മൊഴികൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഗ്രഹമായിട്ട് തീരുവാനായി ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ച് ദിവികാരുണ്യ ആരാധനയിലേക്ക് ഏറ്റവും ഭക്തിയോടെ നമുക്ക് പ്രവേശിക്കാം.
പിതാവേ എന്നുടെ താതൻ നീ ദൂതന്മാരാപ്പകൽ വാഴ്ത്തിയിടുന്നു നന്ദിയാൽ വണങ്ങും തിരുമുൻപിൽ ഇന്നേരം എന്നുമെന്നും നീ ആരാധ്യനായി നന്ദിയാൽ വണങ്ങും തിരുമുൻപിൽ ഇന്നേരം എന്നുമെന്നും നീ ആരാധ്യനായി പരിശുദ്ധൻ നീ എന്നും സ്തുത്യൻ ദൈവമേ നീ മാത്രം യോഗ്യനായി ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനായി നീ പരിശുദ്ധൻ നീ എന്നും സ്തുത്യൻ ദൈവമേ നീ മാത്രം യോഗ്യനായി ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനായി യേശുനാഥായൻ കർത്തനാം രക്ഷകൻ ദൂതന്മാരാപ്പകൽ വാഴ്ത്തിയിടുന്നു നന്ദിയാൽ വണങ്ങും തിരുമുൻപിൽ നേരം എന്നുമെന്നും നീ ആരാധ്യനായി നന്ദിയാൽ വണങ്ങും തിരുമുൻപിൽ നേരം എന്നുമെന്നും നീ ആരാധ്യനായി പരിശുദ്ധൻ നീ എന്നും സ്തുത്യൻ ദൈവമേ നീ മാത്രം യോഗ്യനായി ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനായി ചേർന്ന് പാടാം നീ പരിശുദ്ധൻ നീ പരിശുദ്ധൻ ആരാധിച്ച് നീ എന്നും സ്തുത്യൻ ദൈവമേ നീ മാത്രം യോഗ്യനായി ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനായി ആരാധനയും നീ പരിശുദ്ധൻ നീ എന്നും സ്തുത്യൻ ദൈവമേ നീ മാത്രം യോഗ്യനായി ആരാധനയും സ്തുതി ബഹുമാനവും സ്വീകരിപ്പാനെന്നും നീ യോഗ്യനായി യേശുവേ ആരാധന ഹൃദയത്തിൽ ഈശോയെ സ്തുതിക്കട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ
യേശുനാമം രക്ഷ നൽകുന്ന, അഭിഷേകം നൽകുന്ന നാമം, പരിശുദ്ധാത്മ ചൈതന്യം നൽകുന്ന നാമം. ഈശോയുടെ സന്നിധിയിലേക്ക് ജീവിതത്തെ സമർപ്പിക്കട്ടെ, സ്തുതിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയേ നന്ദി, ഈശോയേ ആരാധന. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളോടൊപ്പമായിരുന്ന് ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥനയോടെ കരങ്ങൾ കൂപ്പി ഏറ്റവും ഭക്തിയോടെ ദിവ്യകാരുണ്യേശോയുടെ സന്നിധിയിൽ നമ്മൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. വലിയ അഭിഷേകത്തിൻ്റെ, വലിയ അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. കർത്താവ് തൻ്റെ നിരവധിയായ കൃപകളാൽ, അനുഗ്രഹങ്ങളാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ സമൃദ്ധമായി ആശീർവദിക്കുന്ന, അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ്. നമ്മുടെ പ്രാർത്ഥനകളെ, നിയോഗങ്ങളെയൊക്കെ മനസ്സിലോർക്കാം. കർത്താവിൻ്റെ അൾത്താരയോട് ഇവയെ ചേർത്ത് വയ്ക്കാൻ നമുക്ക് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർന്ന് നമ്മുടെ ജീവിതങ്ങളെ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. വിമല സങ്കേത ശുശ്രൂഷയുടെ 25-ാം ദിനത്തിലാണ് നാം ഈ നിമിഷങ്ങളിലായിരിക്കുന്നത്. എൻ്റെ ദൈവമേ, നിന്റെ കൃപകളാലും അനുഗ്രഹങ്ങളാലും ഞങ്ങളെ സമ്പന്നരാക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളായിരിക്കുന്ന ജീവിത മേഖലകളിൽ പരസ്പര സ്നേഹത്തോടെ, സന്തോഷത്തോടെ എന്നും വ്യാപരിക്കുവാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏറ്റവും ഭക്തിയോടെ നമ്മായിരിക്കുന്നിടങ്ങളിൽ സ്വസ്ഥമായിരുന്നു കൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നാം ഒന്ന് ചേർന്ന് ആരാധിക്കുന്ന നിമിഷങ്ങളാണ്. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരുത്തണം. ഏറ്റവും ഭക്തിയോടെ ഈ നിമിഷങ്ങളിൽ നമ്മൾ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയാണ്. വചനത്തിൽ നാം കാണുകയുണ്ടായി പരിശുദ്ധ അമ്മയുടെ 7 വചസ്സുകൾ. പരിശുദ്ധ അമ്മ പറഞ്ഞ 7 കാര്യങ്ങളാണ്. ഇതൊക്കെ എങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ല. നമ്മുടെ ഈ ജീവിതത്തിൽ പല കാര്യങ്ങളും ഇതെല്ലാം എങ്ങനെ നടക്കും? എനിക്കൊന്നും അറിയില്ലല്ലോ, എങ്ങനെ മുന്നോട്ട് പോകും? ആ സന്ദർഭങ്ങളെയൊക്കെ നമ്മുടെ ആകുലമായ മനസ്സിനെ ഇതാ ഈ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് ചേർത്ത് വയ്ക്കും. കർത്താവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ, അരികിൽ വരുമ്പോൾ നമ്മുടെ ഉള്ളം സുഖമായിടും. നാം ആയിരിക്കുന്ന ജീവിത മേഖലയിൽ പ്രത്യാശയോടെ മുന്നേറുവാൻ പരിശുദ്ധ അമ്മയുടെ അസ്വസ്ഥമായിരുന്ന മനസ്സിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം കടന്നു വന്നപ്പോൾ വലിയ ഒരാശ്വാസം. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ എല്ലാവരുടെയും ജീവിതങ്ങളെ സമർപ്പിച്ച് നമുക്കറിയാവുന്ന ഇരടി അരികിൽ വരേണേ, സദയം അങ്ങ് തൊടയണമേ, സുഖമായിടുന്നാഥ എൻ്റെ ഉള്ളം. നമുക്കൊന്ന് ചേർന്ന് പാടാം ഈശോയെ ആരാധിച്ചുകൊണ്ട്. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. ഈശോയെ നോക്കിക്കൊണ്ടൊന്ന് പാടിക്കേ. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. ഇരുകരങ്ങൾ ഹൃദയത്തോട് ചേർക്കുമ്പോൾ നീ ജീവിതത്തിൽ ഇപ്പോൾ കടന്നു പോകുന്ന ഏതെങ്കിലുമൊക്കെ അസ്വസ്ഥതകളുണ്ടോ? ദൈവദൂതൻ്റെ സ്വരം കേട്ടപ്പോൾ പരിശുദ്ധ അമ്മ അസ്വസ്ഥയായി. നിന്റെ ജീവിതത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന ഏതെങ്കിലും കാര്യത്തിലൂടെയാണ് നീ കടന്നു പോകുന്നത്. ചിലപ്പോൾ ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ, പ്രയാസങ്ങളോ, ഞെരുക്കങ്ങളോ, പരാജയങ്ങളോ, പ്രതീക്ഷിച്ചതുപോലെ പല കാര്യങ്ങളും സംഭവിക്കാത്തതിൻ്റെ നൊമ്പരങ്ങളോ, ചില രോഗാവസ്ഥകളിലൂടെ നീയോ നിൻ്റെ കുടുംബാംഗങ്ങളോ കടന്നു പോകുന്ന നിമിഷങ്ങളോ ഏതുമായിക്കൊള്ളട്ടെ, നിൻ്റെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന, ഭാരപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും ഇതാ ഈ തമ്പുരാൻ്റെ ദിവ്യകാരുണ്യത്തോട്
ഒന്ന് ചേർത്ത് വെച്ച് ആഗ്രഹത്തോടെ ഈശോയെ നീ എന്നെ ഒന്ന് തൊടണമേ, എൻ്റെ മനസ്സിനെ, എൻ്റെ ശരീരത്തെ, ഞാനായിരിക്കുന്ന ജീവിത മേഖലകളെ ശാന്തമാക്കണമേ, സ്വസ്ഥമാക്കണമേ. ചേർന്ന് പാടി സ്വരമുയർത്തി പാടി ഒന്ന് പ്രാർത്ഥിച്ച് അരികിൽ വരേണമേ. അരികിൽ വരേണേ, എല്ലാവരും പാടിക്കേ. സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. ഈശോയെ നോക്കിക്കൊണ്ട് പാടിക്കേ. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. ഇരുകരങ്ങളും കൂപ്പിക്കണ്ണുകൾ അടയ്ക്കുമ്പോൾ പരിശുദ്ധ അമ്മ തുടർന്ന് പറഞ്ഞ വാക്കുകളാണ്: ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എന്നിൽ ഭവിക്കട്ടെ. ഇതാ ദൈവഹിതത്തിന് തൻ്റെ ജീവിതത്തെ സമർപ്പിച്ച പരിശുദ്ധ അമ്മയുടെ ദൈവവിളിയിൽ തീരുമാനമെടുത്ത നിമിഷങ്ങളായിരുന്നു. തുടർന്ന് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെ തമ്പുരാൻ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മളായിരിക്കുന്ന ദൈവവിളി നാം കുടുംബത്തിലാണെങ്കിൽ ഒരു നല്ല ഭാര്യയായി, ഒരു നല്ല ഭർത്താവായി, ഒരു നല്ല അപ്പനായി, നല്ല അമ്മയായി, നല്ല കുഞ്ഞുങ്ങളായി, സമർപ്പണ ജീവിതത്തിലാണെങ്കിൽ ഒരു നല്ല വൈദികനായി, ഒരു സമർപ്പിതയായി നാം ആയിരിക്കുന്ന ജീവിതമാണല്ലോ ദൈവം നമുക്ക് നൽകിയ ദൈവവിളി. നമ്മൾ തീരുമാനമെടുത്ത് ആ ദൈവവിളിയിൽ മുന്നേറുമ്പോൾ ആ ദൈവവിളിക്ക് ആവശ്യമായ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ചൊരിയണമേ. അതിനായി കർത്താവെ നീ എൻ്റെ കൂടെ ഉണ്ടാകണം. എൻ്റെ ദൈവവിളിയിൽ, ഞാൻ ആയിരിക്കുന്ന എൻ്റെ ദൈവവിളിയിൽ അഭിഷേകമായി മാറുവാൻ അരികിൽ വരേണമേ. നാഥാ നീ കൂടെ ഉണ്ടാകണമേ. ചേർന്ന് പാടട്ടെ, ഈശോയെ നോക്കിക്കൊണ്ട്. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. ചേർന്ന് സ്വരമുയർത്തി. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:46 വചനത്തിലൂടെ നമ്മൾ കാണുകയാണ്. പരിശുദ്ധ അമ്മ പറയുകയാണ്: എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. തമ്പുരാൻ നൽകിയ വൻകാര്യങ്ങൾക്കായി ഇതാ തമ്പുരാന്റെ സന്നിധിയിൽ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മേ. പ്രിയമുള്ളവരെ, സ്ലീഹന്മാർ ഈശോയോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്: ഈശോയെ ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണേ നാഥ. കർത്താവേ, ഞങ്ങളെയും നീ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. ഞങ്ങളുടെ എളിയ ജീവിതത്തിൽ പ്രാർത്ഥിക്കേണ്ടത് എപ്രകാരമെന്ന് വ്യക്തമായി ഞങ്ങൾക്കറിവില്ല. ഈശോയെ, നന്നായി പ്രാർത്ഥിക്കുവാനായി ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് നമ്മൾ കാണുന്ന ഈശോയെ ദേവാലയത്തിൽ കണ്ടുമുട്ടുമ്പോൾ സങ്കടത്തോടെ, അല്പം ഒരു ഹൃദയത്തിൻ്റെ വേദനയോടെ അമ്മ പറയുക: മോനെ, നീ എന്താ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നല്ലോ. ഒത്തിരി സങ്കടപ്പെട്ടല്ലോ. മോൻ എന്തിനാ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത്? ഈശോയെ നഷ്ടപ്പെട്ടപ്പോൾ എന്തോ ഒരു സങ്കടം അനുഭവിച്ച പരിശുദ്ധ അമ്മ, യേശു പിതാവൊക്കെ. പ്രിയമുള്ളവരെ, പാപം ചെയ്ത് ഈശോയെ നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഒരു സങ്കടം ഉണ്ടാകണം. എൻ്റെ ഈശോയെ ഞാൻ വേദനിപ്പിച്ചല്ലോ. ഈശോ ഒത്തിരി സങ്കടപ്പെടുന്നുണ്ട്. ദൈവസാന്നിധ്യം നഷ്ടപ്പെട്ടു പോകുമ്പോൾ തിരിച്ചറിയണം, പരിശുദ്ധ അമ്മ ഈശോയെ ദേവാലയത്തിൽ കണ്ടെത്തിയതുപോലെ എൻ്റെ കർത്താവിനെ എൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും തിരികെ കൊണ്ടുവരുവാനായിട്ടുള്ള ഇടമെന്ന് പറയുന്നത് കുമ്പസാരക്കൂട. ആ കുമ്പസാരക്കൂടിനെ പ്രത്യാശയോടെ സമീപിക്കുവാൻ, ഈശോയെ നീ എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ പാപബന്ധനങ്ങളിൽ നിന്ന് നീ എനിക്ക് സുഖം നൽകി, നീ എൻ്റെ കൂടെ ഉണ്ടാകണം. ഇരുകരങ്ങളും നീട്ടി സ്വരമുയർത്തി അരികിൽ വരേണേ. അരികിൽ വരേണേ, എല്ലാവരും സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചു. ഈശോയെ, അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ പരിശുദ്ധ അമ്മ പറയുന്ന 2 കാര്യങ്ങളുണ്ട്. മോനെ, അവർക്ക് വീഞ്ഞില്ലടാ. വലിയൊരു സങ്കടത്തിൽ ആ കുടുംബം. നീ ഇത് കാണണോട്ടോ, അവർക്ക് വീഞ്ഞില്ല. പരിശുദ്ധ അമ്മയെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചേർത്ത് പിടിച്ചാൽ ഇതുപോലെ നിന്റെ ജീവിതത്തിന്റെ കുറവുകളെ നികത്തുവാനായി ഈശോയുടെ പക്കലേക്ക്
നിന്റെ ഒഴിഞ്ഞ കൽഭരണികളെ ചേർത്തുവെക്കും പരിശുദ്ധയമ്മ. ഇതാ പരിശുദ്ധയമ്മ നിന്റെ കാതുകളിൽ മൊഴിയുന്ന അവസാന വാക്കുകൾ ഇതാ. അവൻ പറയുന്നത് ചെയ്യുവിൻ, അവൻ പറയുന്നത് ചെയ്യുവിൻ. കർത്താവേ, നീ പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുവാനായി, നിവർത്തിക്കുവാനായി, പൂർത്തീകരിക്കുവാനായുള്ള കൃപ നൽകണമേ. ഞങ്ങളുടെ ഒഴിഞ്ഞ കൽഭരണികളാകുന്ന ജീവിതത്തിൻ്റെ ബലഹീനതകളെ, കുറവുകളെ നികത്തുവാനായിട്ട് നീ ഞങ്ങളോട് പറയുന്നത് ചെയ്യുവാൻ, നിന്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ കർത്താവേ, നിന്റെ സാന്നിധ്യം കൊണ്ട് നീ ഞങ്ങളെ ധന്യരാക്കണമേ. പ്രാർത്ഥനയോടെ ചേർന്ന് പാടട്ടെ. അരികിൽ വരേണേ നാഥ, അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എന്തിയുള്ളം. ചേർന്ന് പാടിക എല്ലാവരും. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. ഒരിക്കൽ കൂടി സ്വരമുയർത്തി എല്ലാവരും ചേർന്ന്. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എന്തിയുള്ളം. പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, ദിവ്യകാരുണ്യ സാന്നിധ്യത്തിൻ്റെ നിറവിൽ നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്ന് സ്ലീഹന്മാരുടെ മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളായിരിക്കുന്ന നമ്മുടെ ജീവിത മേഖലകളിലേക്ക് പരിശുദ്ധാത്മാവിനെ നമുക്ക് സ്വീകരിക്കുവാനായിട്ടൊരുങ്ങാം. പ്രിയമുള്ളവരെ, ഈ ദിനങ്ങളിലെല്ലാം നമ്മൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന വലിയൊരു നിയോഗമാണ് ആത്മാവിൻ്റെ ഒരു പുത്തൻ അഭിഷേകം. ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്ന ആത്മാവിൻ്റെ വലിയൊരു നിറവ്. നല്ലത് ചെയ്യണം, തിന്മയിൽ നിന്നും മാറി നിൽക്കണം എന്ന അനുനിമിഷം ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ സ്വരമായ പരിശുദ്ധാത്മാവിൻ്റെ സ്പന്ദനങ്ങൾ, ഹൃദയത്തിൽ ദൈവസ്നേഹത്തിൻ്റെ സാന്നിധ്യമായി നിലകൊള്ളുന്ന പരിശുദ്ധാത്മാവിൻ്റെ മനസ്സാക്ഷിയുടെ സ്വരം ശ്രവിക്കുവാൻ പാകത്തിന് ഞങ്ങളെല്ലാവരെയും ശക്തിപ്പെടുത്തണമേ. ആത്മാവിൻ്റെ നിറവ് നൽകി, അഭിഷേകം നൽകി ഞങ്ങളായിരിക്കുന്ന ജീവിത മേഖലകളെ സമൃദ്ധമായി അനുഗ്രഹിക്കുവാൻ കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യത്തെ ഞങ്ങളിലേക്ക് ഒഴുക്കണമേ. പരിശുദ്ധ അമ്മ പറഞ്ഞ വചനങ്ങൾ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലൂടെ സ്വീകരിക്കുവാൻ, ഒരു പുതിയ ഉണർവിലേക്ക്, ഒരു പുത്തൻ അഭിഷേകത്തിലേക്ക് ആത്മാവായ ദൈവമേ ഞങ്ങളെ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളും ഈശോയിലേക്ക് നീട്ടി ആത്മാവിൻ്റെ ഒരു നിറവിന് വേണ്ടി, ഒരു അഭിഷേകത്തിന് വേണ്ടി ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചായിരിക്കുന്ന ഇടങ്ങളിൽ ഇരുകരങ്ങളും ഈശോയുടെ സന്നിധിയിലേക്ക് ഒന്ന് നീട്ടിപ്പിടിച്ച് എല്ലാവരും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യാതൊരു മടിയും കൂടാതെ ഒന്ന് സ്തുതിച്ചേ. ഈശോയുടെ വലിയ ചൈതന്യം ഒഴുകുന്ന നിമിഷമാ, പരിശുദ്ധാത്മാവിന്റെ നിറവ് കടന്നു വരുന്ന നിമിഷമാ. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ ആയിരിക്കുന്ന ജീവിത മേഖല ഒരുപക്ഷെ ഭവനങ്ങളിൽ നിന്നും വിദൂരങ്ങളിലാണോ, സ്തുതിച്ച് പ്രാർത്ഥിച്ചോ. കർത്താവിന്റെ വലിയൊരു അഭിഷേകം, വലിയൊരു ചൈതന്യം സംരക്ഷണമായി കൂടെ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈ ഗാനത്തിന്റെ ഇരടികളോട് ചേർന്ന് ആത്മാവിന്റെ നിറവിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹൃദയത്തിൽ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളുടെ കൂടെ ആയിരിക്കണമേ. ഞങ്ങളായിരിക്കുന്ന ജീവിത മേഖലകൾക്ക് ഒരു പുതു ചൈതന്യം നൽകണമേ, ഞങ്ങളെ കൈപിടിച്ച് നയിക്കണമേ. ആഗ്രഹത്തോടെ ദിവ്യകാരുണ്യ ഈശോയെ നോക്കി ആരാധിച്ചുകൊണ്ട് എല്ലാവരും ചേർന്ന് പാടട്ടെ ഈ നിമിഷം. ആത്മാവിൻ അഭിഷേകം ദൈവമക്കൾക്ക് അവകാശം. ആത്മാവിൻ അഭിഷേകം ദൈവമക്കൾക്ക് അവകാശം. ചേർന്ന് ആത്മാവിൻ അഭിഷേകം ദൈവമക്കൾക്ക് അവകാശം. ആത്മാവിൻ അഭിഷേകം ദൈവമക്കൾക്ക് അവകാശം. ഏലിയായ്ക്കു നൽകിയൊരഭിഷേകം, എലീശ വാങ്ങിയൊരഭിഷേകം. ഏലിയായ്ക്കു നൽകിയൊരഭിഷേകം, എലീശ വാങ്ങിയൊരഭിഷേകം.
ചേർന്ന്. ആത്മാവിൻ അഭിഷേകം ദൈവമക്കൾക്ക് അവകാശം. ആത്മാവിൻ അഭിഷേകം ദൈവമക്കൾക്ക് അവകാശം. ഈശോയിൽ പ്രിയമുള്ളവരെ, ദിവ്യകാരുണ്യ സാന്നിധ്യത്തിലായിരിക്കുമ്പോൾ നമ്മുടെ അവകാശമായത് ചോദിച്ചു വാങ്ങണം. എന്താ? ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് നൽകുകയും. ഈശോയോട് നമ്മൾ ആഗ്രഹത്തോടെ തീക്ഷ്ണതയോടെ ചോദിക്കുമ്പോൾ ഇതാ പരിശുദ്ധാത്മാവിനെ നമുക്ക് ധാരാളമായി നൽകും. ആത്മാവിന്റെ നിറവിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ പ്രിയമുള്ളവരെ, വലിയൊരു സ്വാതന്ത്ര്യം, വലിയൊരു സന്തോഷം, വലിയൊരു ആനന്ദം നമ്മുടെ ജീവിതത്തില്, നമ്മുടെ കുടുംബങ്ങളില്, നമ്മുടെ ബന്ധങ്ങളില് നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. നമ്മളെ തന്നെ, നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് എല്ലാവരും ആഗ്രഹത്തോടെ ആത്മാവിന്റെ നിറവിന് വേണ്ടി ചേർന്ന് പാടട്ടെ, പ്രാർത്ഥിക്കട്ടെ. വചനം ഘോഷിക്കാൻ അഭിഷേകം, നിന്നാമം പാടുവാൻ അഭിഷേകം. വചനത്തിന്റെ അഭിഷേകം, വചനം ഘോഷിക്കാൻ അഭിഷേകം, നിന്നാമം പാടുവാൻ അഭിഷേകം. വചനം ഘോഷിക്കാൻ അഭിഷേകം, നിന്നാമം പാടുവാൻ അഭിഷേകം. ആത്മാവിൻ അഭിഷേകം പാടി ദൈവമക്കൾക്ക് അവകാശം. എല്ലാവരും ആത്മാവിൻ അഭിഷേകം ദൈവമക്കൾക്ക് അവകാശം. ഈശോയുടെ സന്നിധിയില് പരിശുദ്ധ അമ്മ തന്റെ അസ്വസ്ഥതകളും ആകുലതകളും സമർപ്പിച്ചപ്പോൾ ഇതാ പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനെ അയച്ച് ശക്തിപ്പെടുത്തുകയാണ്. പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോൾ പരിശുദ്ധ അമ്മയുടെ ജീവിതം ശക്തി പ്രാപിച്ചതുപോലെ, ഒരു പുതിയ നിറവിലേക്ക് കടന്നു വന്നതുപോലെ, ഇതാ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ഈ ആരാധനയുടെ ദിവ്യ മണിക്കൂറില് പരിശുദ്ധാത്മാവിന്റെ ഒരു നിറവ് നമ്മുടെ ജീവിതത്തിന്റെ അസ്വസ്ഥതകൾ എടുത്തു മാറ്റും. നമ്മുടെ ഭാരങ്ങൾ, പ്രയാസങ്ങൾ, സങ്കടങ്ങൾ എടുത്തു മാറ്റി നമ്മുടെ ജീവിതത്തെ പരിശുദ്ധാത്മാവ് കൈപിടിച്ച് നയിക്കുവാനായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത ഈരടികളോട് ചേർന്ന് പാടാം. രോഗങ്ങൾ മാറ്റുവാൻ അഭിഷേകം, വിശ്വാസ ശക്തിയാൽ അഭിഷേകം. എല്ലാ രോഗബന്ധനങ്ങളിൽ നിന്നും വിടുതല്, രോഗങ്ങൾ മാറ്റുവാൻ അഭിഷേകം, വിശ്വാസശക്തി തന്ന അഭിഷേകം. വിശ്വാസത്തിൽ ആഴപ്പെടുവാൻ രോഗങ്ങൾ മാറ്റുവാൻ അഭിഷേകം, ചേർന്ന് പാടി വിശ്വാസ ശക്തി തന്ന അഭിഷേകം. എല്ലാവരും രോഗങ്ങൾ മാറ്റുവാൻ അഭിഷേകം, വിശ്വാസശക്തി തന്ന അഭിഷേകം. ആത്മാവിൻ അഭിഷേകം ചേർന്ന് പാടട്ടെ. ദൈവമക്കൾക്ക് അവകാശം. ഹൃദയത്തിൽ സ്തുതിച്ചുകൊണ്ട് ആത്മാവിൻ അഭിഷേകം ഹല്ലേലൂയ, ദൈവമക്കൾക്ക് അവകാശം. ആമേൻ, ആമേൻ. ആത്മാവിൻ അഭിഷേകം ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിൽ എന്നെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന നിറയട്ടെ. പ്രിയ മക്കളിലേക്ക് ആത്മാവിൻ ആഗ്രഹത്തോടെ പാടി പ്രാർത്ഥിച്ചേ. എന്നിൽ നിറയട്ടെ. കരങ്ങൾ ഉയർത്തി ഈശോയെ ആരാധിച്ചോണ്ട് ആത്മാവിൻ അഭിഷേകം ഹല്ലേലൂയ. ഞങ്ങളിൽ നിറയട്ടെ. ഞങ്ങളിൽ നിറയട്ടെ ആത്മാവിൻ അഭിഷേകം. ആത്മാവിൻ അഭിഷേകം ആരാധന, ആരാധന, ആരാധന. സ്തുതി. ഞങ്ങളിൽ നിറയട്ടെ. ഭവനത്തിൽ നിറയട്ടെ. നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച ആത്മാവിൻ അഭിഷേകം ആത്മാവിന്റെ നിറവുണ്ടാകട്ടെ ഭവനങ്ങളിൽ. ഭവനത്തിൽ നിറയട്ടെ. ചെറുപാടികെ പ്രാർത്ഥിച്ചേ. ആത്മാവിൻ അഭിഷേകം ഭവനത്തിൽ നിറയട്ടെ. നമ്മുടെ എല്ലാ ജീവിത മേഖലകളിലും ആത്മാവിൻ അഭിഷേകം സ്വേ ഭവനത്തിൽ നിറയട്ടെ. എല്ലാ ഭവനത്തിന്റെ മേഖലകള്, ഭവനത്തിന്റെ എല്ലാ തൊഴിൽ മേഖലകള്, വരുമാന മാർഗങ്ങളില്, കുടുംബ ബന്ധങ്ങളില്, വിദൂരങ്ങളിലായിരിക്കുന്നവരുടെ മേല് ആത്മാവിൻ അഭിഷേകം ഈശോയുടെ വലിയൊരു ആത്മാവിന്റെ നിറവൊരുക്കട്ടെ. ബന്ധങ്ങളിൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. ആത്മാവിൻ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നിന്നെ ആരാധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരിലും ഹല്ലേലൂയ, ഹല്ലേലൂയ, എല്ലാവരും ഹല്ലേലൂയ, ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പരിശുദ്ധനെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ,
പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മുടെ പ്രാർത്ഥന നിയോഗങ്ങളിൽ നിൻ്റെ പ്രാർത്ഥനയെ, നിയോഗത്തെ നമ്മുടെ മനസ്സിലൊന്നോർക്കാം. കണ്ണുനീരോടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളും, എല്ലാ നിയോഗങ്ങളും സ്വയം നിൻ്റെ താരയിലേക്ക് ചേർത്ത് വയ്ക്കുന്ന ഏറ്റവും പ്രത്യേകമായി ഞങ്ങളെല്ലാവരും ആത്മാവിനാൽ നിറയപ്പെടുവാൻ പരിശുദ്ധ അമ്മ വചനത്തെ സ്വീകരിച്ചതുപോലെ വചനത്തോട് അടുപ്പമുള്ളവരായിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഈ ദിവസങ്ങളിൽ ശലോം കൂട്ടായ്മയിലേക്ക് അയച്ചു തന്നിട്ടുള്ള അനവധി പ്രാർത്ഥന നിയോഗങ്ങളുണ്ട്. ഏറ്റവും പ്രത്യേകമായിട്ട് കുടുംബ ബന്ധങ്ങളിൽ ഒത്തിരി അസ്വസ്ഥതകൾ, പ്രത്യേകിച്ച് ദാമ്പത്യ ബന്ധങ്ങളിൽ വിവാഹമോചനത്തിനൊക്കെ ആയിട്ടുള്ള കേസുകൾ കൊടുക്കുകയും പരസ്പരം സ്നേഹമില്ലാതെ കഴിയുകയും ചെയ്യുന്ന എല്ലാ ദമ്പതികളെ സമർപ്പിക്കും. കർത്താവേ, കുടുംബങ്ങളിൽ നിൻ്റെ സമാധാനമുണ്ടാകട്ടെ. കുടുംബങ്ങളിൽ നിൻ്റെ വലിയ പരിശുദ്ധാത്മാവിൻ്റെ ഒരു ചൈതന്യമുണ്ടാകട്ടെ. നീ കുടുംബങ്ങളിൽ ഭരിക്കുമ്പോൾ ബാക്കി എല്ലാ മേഖലകളും അനുഗ്രഹിക്കപ്പെടും ഞങ്ങൾ വിശ്വസിക്കുക. കുടുംബ ബന്ധങ്ങൾ വിശുദ്ധീകരിക്കണമേ. പ്രത്യേകിച്ച് മക്കളെ കാലഘട്ടത്തിൻ്റെ തിന്മകളിൽ വീണുപോകാതെ ഞങ്ങളുടെ എല്ലാ മക്കളെയും യുവജനങ്ങളെയും എല്ലാം കാത്തുകൊള്ളണമേ. ഓരോരുത്തരും ആയിരിക്കുന്ന ജീവിത മേഖലകളിൽ കർത്താവെ വലിയ കൃപ, അഭിഷേകം ചൊരിയണമേ. ഈശോ എല്ലാ നിയോഗങ്ങളും ചേർത്ത് വയ്ക്കും. ഒത്തിരി ഭൗതികമായിട്ടുള്ള എല്ലാ നിയോഗങ്ങളും ഉണ്ട്. എല്ലാ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെ മനസ്സിലോർത്തോ. സാമ്പത്തിക മേഖലയെ സമർപ്പിച്ചോ, വരുമാന മാർഗങ്ങളെ സമർപ്പിച്ചോ, ജോലി തടസ്സങ്ങൾ, പ്രത്യേകിച്ച് വിദേശത്ത് പോകുവാനായിട്ട് ഒരുങ്ങുന്നു, പല പ്രാവശ്യവും പരീക്ഷകൾ എഴുതി പോകാനായിട്ട് സാധിക്കുന്നില്ല, 2-3 രാജ്യങ്ങൾ മാറി മാറി പോകാനായിട്ട് പരിശ്രമിച്ചു, വലിയ തടസ്സങ്ങളൊക്കെ കർത്താവെ ഒത്തിരി ബുദ്ധിമുട്ടുന്ന സാമ്പത്തിക മേഖലയിൽ ഭാരപ്പെടുന്ന ഒത്തിരി സഹോദരങ്ങളുണ്ട്. പ്രാർത്ഥന അയച്ചുള്ള എല്ലാവരും ഓർക്കുകയാണ്. അവരൊക്കെ ഈശോയുടെ സന്നിധിയിലേക്കൊന്ന് ചേർത്ത് വെച്ചു. നമ്മുടെ നിയോഗങ്ങൾ കൂടെ ഒന്ന് മനസ്സിലോർത്തു. ഏറ്റവും ഭക്തിയോടെ തമ്പുരാൻ്റെ സന്നിധിയിൽ കുപ്പുകരങ്ങളുമായി മുട്ടിന്മേലായിരുന്ന് നമ്മുടെ എല്ലാ നിയോഗങ്ങളെ സമർപ്പിച്ച് നമ്മളെ അനുഗ്രഹിക്കുന്ന ഈശോയുടെ കൃപ തുളുമ്പുന്ന ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരേ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ഇന്നത്തെ പ്രവൃത്തി. പരിശുദ്ധ അമ്മ നടത്തുന്ന സംഭാഷണങ്ങൾ അടങ്ങിയ സുവിശേഷ ഭാഗങ്ങളായ
ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 34-38 വചനം. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 46-ാം വചനം. ലൂക്കാ സുവിശേഷം 2-ാം അധ്യായം 48-ാം വചനം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 3-5 വചനം വായിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിനായി വിമല സങ്കേതം എന്ന് ടൈപ്പ് ചെയ്ത് നിയോഗത്തോടുകൂടി 9605818881 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക.